ശശി തരൂർ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും തിരുവനന്തപുരം എംപിയുമായ തരൂർ രണ്ടും കൽപ്പിച്ച് സ്വന്തം പാർട്ടിയെ വെട്ടിലാക്കുന്ന പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനു പിന്നിലെ മനഃശാസ്ത്രം എന്തെന്ന് കോൺഗ്രസുകാർക്ക് പിടികിട്ടുന്നതേയില്ല. പാർട്ടിയെ നാണം കെടുത്തുന്നതിലുപരി ശത്രുപക്ഷത്തു നിൽക്കുന്ന നരേന്ദ്രമോദിയെ വാഴ്ത്തിപ്പാടാൻ കിട്ടുന്ന ഒരവസരവും തരൂർ പാഴാക്കുന്നുമില്ല. ഇതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. ഒളിഞ്ഞും പതിഞ്ഞും നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചാടിക്കേറി തരൂരിനെതിരെ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ അവർക്കാവുന്നതുമില്ല. അടുത്തിടെ നടന്ന രാംനാഥ് ഗോയങ്ക അനുസ്മരണ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ എത്തുകയും പ്രസംഗത്തെ തുടർന്ന് മോദി ഭക്തി വഴിഞ്ഞൊഴുകുന്ന തരത്തിലുള്ള പുകഴ്ത്തലുകൾ നടത്താനും തരൂർ മറന്നില്ല. മോദി സർക്കാരിന്റെ വികസനോന്മുഖമായ ഇന്ത്യക്ക് വേണ്ടിയുള്ള ക്രിയാത്മകമായ സമീപനത്തെ പുകഴ്ത്തിപ്പാടുകയായിരുന്നു തരൂർ തന്റെ എക്സ് അക്കൗണ്ടിൽ. തരൂർ തന്നെ പറയുന്നത് തനിക്കിന്ന് ജലദോഷവും ചുമയും ഉണ്ടായിരുന്നിട്ടും ഗോയങ്ക അനുസ്മരണ പരിപാടിയിൽ മോദി സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ്. എന്നാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് തരൂർ വിട്ടുനിന്നിരുന്നു. അതിന് കാരണമായി തരൂർ പറഞ്ഞത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. അതേ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും മോദിയുടെ പ്രസംഗം കേൾക്കാൻ തരൂർ പോയി എന്നതും കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നു. തരൂരിന്റെ മനസ്സിൽ എന്താണെന്ന് വിവക്ഷിക്കാൻ കോൺഗ്രസിലെ മൂത്ത നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നതാണ് കഷ്ടം. തരൂരിനെ ശാസിക്കാൻ പോലും ആരും മുന്നോട്ടിറങ്ങുന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു ബൂമറാങ്ങായി തങ്ങൾക്കു തന്നെ തിരിച്ചടിക്കുമോ എന്ന് കോൺഗ്രസിലെ മുതിർന്ന സംഘം ഭയപ്പെടുന്നുണ്ടോ? ഒരു കാരണം കിട്ടിയാൽ മോദിയിലേക്ക് ചായാൻ തരൂർ ശ്രമിച്ചാലോ എന്ന് പോലും കോൺഗ്രസിന് സംശയമുള്ളത് പോലെയാണ് കാര്യങ്ങൾ. ശശി തരൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് നേതാക്കളോട് ഹൈക്കമാൻഡ് പറഞ്ഞതും ഇതുകൊണ്ടൊക്കെ തന്നെയാണോ? കേരളത്തിലെ പാർട്ടി നേതാക്കൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിക്കുമെന്ന് ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ടാകും. വിമർശിക്കുന്നതിന് പകരം അവഗണിച്ചാൽ മതി എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. തരൂരിനെ അവഗണിക്കുക എന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയും ഒപ്പം തങ്ങളായിട്ട് തരൂരിനെ പുറത്താക്കേണ്ടതില്ല എന്നുമാണ് തീരുമാനം. പാർട്ടി വിളിച്ചു ചേർക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് തരൂരിന്റെ തീരുമാനമാണ് എന്ന നിലപാടും ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരിക്കുകയാണ്. തരൂരിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് സാധാരണ കോൺഗ്രസുകാർക്കും പൊതുജനങ്ങൾക്കും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ഇതിനു മുമ്പ് നെഹ്റു കുടുംബത്തെ കുറിച്ച് തരൂർ അടുത്തിടെ നടത്തിയ പരാമർശം പാർട്ടിക്കുള്ളിൽ കോളിളക്കം ഉണ്ടാക്കിയിട്ട് പോലും ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് അതിശയകരം. പാർട്ടി നേതൃത്വത്തിനകത്ത് ഈ പ്രസ്താവന അതൃപ്തി ഉണ്ടാക്കി എന്നതിൽ സംശയമില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് തരൂർ ഒഴിയണമെന്നും നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും മുതിർന്ന നേതാവ് MM ഹസൻ വളരെ രൂക്ഷമായി പറഞ്ഞു വെച്ചിരുന്നു. തലമറന്ന് എണ്ണ തേക്കുന്ന തരൂർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നതിൽ ഹസനെ പോലെ ഏവർക്കും എതിർപ്പുണ്ട്. എന്നാൽ പരസ്യ പ്രസ്താവനയൊന്നും വേണ്ട, തങ്ങളായിട്ട് പുറത്താക്കേണ്ട എന്നൊക്കെയുള്ള നിലപാടുകൾ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? തരൂർ അച്ചടക്ക നടപടി പ്രതീക്ഷിച്ച് പുറത്തു ചാടാൻ വെമ്പി നിൽക്കുകയാണോ? പ്രതികരണമില്ലാത്ത കോൺഗ്രസ് നേതൃത്വം അണികൾക്കിടയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ആശങ്ക കൂടി ഇത്തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ വെട്ടിലാക്കുന്ന കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ ആ പാർട്ടി നേതൃത്വത്തെ മറ്റു പ്രവർത്തകർ പുച്ഛത്തോടെ മാത്രമേ കാണുകയുള്ളൂ എന്നുകൂടി നേതൃത്വം ചിന്തിക്കേണ്ടതുണ്ട്.